ഏറെ നേരത്തെ രാഷ്ട്രീയ സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ഒടുവിൽ പാർലമെന്റ് ഇന്ന് രണ്ട് സുപ്രധാനമായ ബില്ലുകളിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഒന്ന് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകിയിരിക്കുന്നു. വന്ദേ മാതരത്തെ സംബന്ധിച്ച മറ്റൊരു സുപ്രധാന ബില്ല് രാജ്യസഭയിൽ വന്നു. രാജ്യസഭ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ രണ്ട് സുപ്രധാന ബില്ലുകൾ ഇന്ന് പാർലമെൻറ്റിൽ വന്നു. ഒന്ന് ലോക്സഭയിലും ഒന്ന് രാജ്യസഭയിലും. ആ ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന സംവാദങ്ങൾ ഒരുപക്ഷെ അത്ര ഗുണകരമാണോ അല്ലെങ്കിൽ അത്ര ക്രിയാത്മകമായിരുന്നോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. എന്നോടൊപ്പം ചേരുന്നത് വിജയകുമാർ പട്ടാമ്പിയിൽ നിന്ന് ചേരുന്നു. ശ്രീ വിജയകുമാർ, ഈ പാർലമെൻറ്റ് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ, രാജ്യശില്പികളെല്ലാം കണ്ടത്. പാർലമെൻറ്റിൽ വലിയ സംവാദങ്ങൾ നടക്കണം, അവിടെ ചർച്ചകൾ നടക്കണം, അത് ജനനന്മയ്ക്കായി ആ പ്രതലം ഉപയോഗിക്കണം എന്ന് നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്ന ഈ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മികച്ച സംവാദ കേന്ദ്രമായി പാർലമെൻറ്റ് മാറുന്നുവെന്ന് ശ്രീ വിജയകുമാറിന് തോന്നിയോ? അത് പാർലമെന്റ് എല്ലാ കാലത്തും പാർലമെന്റ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് പാർലമെന്റ് മെമ്പർമാരും ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആർക്കും അറിയാം, അവർക്കൊന്നും അറിയാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ കരുതി കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയാണ്, കേന്ദ്ര ഭരണകക്ഷിയാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ടും പിന്നെ ഏറ്റവും മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. പിന്നെ പ്രതിപക്ഷം അത്ര തീവ്രമായിട്ടുള്ള ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. എന്തായാലും എല്ലാവരും ശ്രമിക്കേണ്ട ഇന്ത്യൻ പാർലമെന്റ് ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ള പരാമർശം പിന്നെ പ്രയോഗങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്ന അതാണ് എൻ്റെ അഭിപ്രായം, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അഭിപ്രായം. പൊതുവെ ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. എന്നോടൊപ്പം അച്യുതൻ ചേരുന്നുണ്ട് കോഴിക്കോട്. ശ്രീ അച്യുതൻ, നമസ്കാരം സാറേ. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രയോഗമാണെന്ന് വലിയ തർക്കത്തിന് വഴിവെച്ചത്, വിഡ്ഢി എന്ന് വിളിച്ചു. ആരെയാണ് രാഹുൽ ഗാന്ധി വിഡ്ഢി എന്ന് വിളിച്ചത് എന്നാണ് തർക്ക വിഷയം. അത് ഇത്രയായിട്ട് നെഹ്റു കുടുംബം എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് നമ്മളതിനൊന്നും എതിരല്ല കേട്ടോ. ഒരു പാർലമെന്റിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള വാക്കുകളെ ഉപയോഗിക്കുക അതന്നെ ഭയങ്കര തെറ്റാണ്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ മെനയാന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിൽ ഇവര് കയറിയാൽ ഈ ബില്ല് പാസ്സാക്കണ സമയത്ത് എന്ത് ബില്ലാണോ, ആർക്ക് വേണ്ടിയിട്ടാണോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതിൽ മേശക്കടിച്ച് ബഹളം ഉണ്ടാക്കരുത്. ഇന്നൊരു ബില്ല് കൊണ്ടുവന്ന് അപ്പോഴും ഇവര് ബഹളം ഉണ്ടാക്കുക. ആ ബില്ല് എങ്ങനെയും പാസ്സാകട്ടെ എന്ന് വിചാരിക്കല്ല. അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇനി വരാൻ പോണ വിദ്യാർത്ഥികൾക്കും എന്നും വിദ്യാർത്ഥികളായിരിക്കുമല്ലോ, ഇവരും വിദ്യാർത്ഥികൾ തന്നെയല്ലോ. അതുപോലെ ആലോചിക്കാതെയാണ് ഡെസ്കിലടിച്ചിങ്ങായിട്ട് ബഹളം ഉണ്ടാക്കണേ. ഈ വിവരം കെട്ട എം പിമാര് അതിലും വിവരങ്ങളുണ്ട്. അതിനെക്കൊണ്ടാണല്ലോ ബില്ല് ശബ്ദവോട്ടോടെ ഇന്ന് പാസ്സായത്. അതിനെക്കൊണ്ട് ഡെസ്കിനടിച്ച് ബഹളം ഉണ്ടാക്കിയതൊക്കെ വെറുതെയായി. ഇനി തന്നെങ്കിലും ഈ വിവരം കെട്ട ആൾക്കാർ വിവരം ഉണ്ടാക്കാൻ കഴിയില്ല സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. എന്നോട് സുഖമാണോ എന്ന് ചോദിക്കുന്നു. പൊതുവേദി ഈസ് ലൈക്ക് ലിറ്റ്മസ് പേപ്പർ വിച്ച് എക്സ്പോസസ് എവരി ഹ്യൂമൻ ബീയിങ് എന്നാണ് ഷിജു പറയുന്നത്. ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് പൊതുവേദി ഐ റിയലൈസ് ദാറ്റ് ഹൗ മച്ച് കമ്മ്യൂണൽ ലുനറ്റിക്സ് ആർ ദെയർ ഇൻ കേരള. കൊള്ളാം. അപ്പോൾ എല്ലാതരം ആളുകളും ഉണ്ട്, അവരും അഭിപ്രായം പറയട്ടെ. അപ്പോൾ ഓഫ് കോഴ്സ് രാഹുൽ ഗാന്ധി മെൻഷൻ ദി ബ്ലൈൻഡ് ഫാൻസ് ഹു ജസ്റ്റിഫൈഡ് റൂളിംഗ് പാർട്ടീസ് റോങ് മൂവ്മെൻറ്റ്. നോബഡി ഹാവ് എനി ഡൗട്ട് ദെൻ വൈ ദിസ് ഹെഡിങ് എന്നാണ് ഞാൻ ചോദിച്ചത്, എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അത് പ്രതിപക്ഷം അങ്ങനെ പറയുമ്പോൾ ഭരണപക്ഷത്തെ ചൊടിപ്പിക്കുന്നതെന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഡ്ഢി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന്. കാരണം ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം ഇതുപോലെ സുപ്രധാനമായൊരു ബില്ലിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വന്ന് പറയേണ്ട കാര്യം എന്ത് എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ആരെയും ഉദ്ദേശിച്ചാണ് എന്ന് അവർ ധരിച്ചെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഷിജു, this time fully agree with you. Communal lunatics to the core. See how they are attacking people who are like saffron color എന്ന് ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നു. ഡൊണാൾഡ് ഡക്ക് പക്ഷേ മറുവശത്താണ്. ഓക്കെ, അപ്പോൾ പ്രമോദ് നാണു എനിക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. ഡോക്ടർ എം പി മണി പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും ജനപ്രതിനിധികളും മാതൃകാപരമായ പെരുമാറ്റശീലമുള്ളവരും വിപ്ലവകരമായ നന്മകൾ നിറഞ്ഞവരും ആയിരിക്കണം, ഒപ്പം രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉള്ളവരും ആയിരിക്കണം എന്ന ഡോക്ടർ എം പി മണിയുടെ പ്രതികരണം വളരെ വളരെ പ്രസക്തമാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ആർക്കും നടത്താവുന്ന ഒരു പരിപാടിയല്ല. മാതൃകാപരമായ ഒരു ജീവിതവും
മാതൃകാപരമായ പെരുമാറ്റവും അവരിൽ നിന്ന് ഉണ്ടാകണം, വിപ്ലവകരമായ നന്മകൾ അവരിൽ നിറഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഗോപാലകൃഷ്ണ കേശവൻ പിള്ളை എന്നോടൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് മനു എന്ന് പറയുന്നു. ഗുഡ് ഈവനിങ് ശ്രീ ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ളை. ബിക്കോസ് സാഫ്രൺ റെപ്രസെൻറ്റ്സ് ദ കളർ ഓഫ് വെർച്യൂ ഹ്യൂമൻ എന്തൊക്കെയോ തർക്കം മുറുകുകയാണ്. ശരി, ജമ്പ് ചെയ്ത് പോയി. അപ്പോൾ രാഹുൽ പ്രമോദ് നാണു എന്നോട് മാപ്പ് എന്ന് രാഹുൽ പറഞ്ഞതിനെ പറ്റി പറയുന്നു. ഓക്കെ, ഇന്ന് ബുധനാഴ്ച നല്ല ദിവസം, മനു വന്നല്ലോ, ഗുഡ് ഈവനിങ് മനു എന്ന് ശ്രീ ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. ഗുഡ് ഈവനിങ്. ഞാനും ശ്രീ ശശിധരൻ പിള്ളയെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ട്. കിഷോർ കോന്നിയുണ്ട്, ജയകുമാറുണ്ട്. അപ്പം മാപ്പ് പറയാൻ വേണ്ടി എപ്പോഴും രാഹുൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ശ്രീ ഫാദർ സാമുവൽ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഫാദർ സാമുവൽ, പാർലമെൻറ്റിൻ്റെ ഒരു റൂൾസ് ആൻഡ് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ പാർലമെൻറ്റിൽ എങ്ങനെ പെരുമാറണം എന്ന് വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. Nobody shall, a member shall not obstruct the proceedings, hiss or interrupt, and shall avoid making running commentaries, shall not applaud with strangers' entry at galleries, shall not shout slogans, shall not sit or stand with the back to the chair. അങ്ങനെ നിരവധിയായ ഒരു പാർലമെൻറ്റ് അംഗം എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ വലിയ ഒരു പട്ടിക തന്നെ നമുക്ക് മുന്നിൽ ഉണ്ട്. ഈ റൂൾസ് ആൻഡ് പ്രൊസീഡിങ്സ് ഓഫ് പാർലമെൻറ്റിൽ സെക്ഷൻ 349. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ എഴുതി വെച്ചു എന്നല്ലാതെ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം ഒരു സാധാരണ പൗരന് വന്നാൽ അയാളെ കുറ്റപ്പെടുത്താനാകുമോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും സാമാജികർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കണം. അവര് ഇരിക്കുന്ന ആ സീറ്റിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരിക്കണം. അവർ അസംബ്ലിയിലായാല് MLA ആണ്, പാർലമെന്റിലാണ് MP ആണ്. അവരെ ജനം തെരഞ്ഞെടുത്തതാണ്, ജനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അപ്പൊ അവരുടെ സംസാരം ഒരിക്കലും സഭാ നടപടികളെ തടസ്സപ്പെടുന്ന രീതിയിലായി തീരരുത്. അഭിപ്രായം ഉണ്ടാകും, അഭിപ്രായം നല്ല ഭാഷയിൽ പറയണം. ഒരിക്കലും അത് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിലായി തീരരുത്. അതിനല്ല അവരെ തെരഞ്ഞെടുത്ത് അവരെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായം പറയണം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താം, പക്ഷെ നല്ല ഭാഷയിലായിരിക്കണം. അത് കേൾക്കുന്നവർക്ക്, സാധാരണക്കാർക്ക്, MP ആയാലും MLA ആയാലും അവരവരുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ രണ്ട് സുപ്രധാന ബില്ലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന്, പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻഡ്മെൻറ്റ് ബിൽ 2026 പാസ്സായിരിക്കുന്നു. അപ്പോൾ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള തടവ് ശിക്ഷ അത് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയരുന്നു. ആ പിഴത്തുക വർദ്ധിക്കുന്നു. ഈ അന്വേഷണം ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ തീർക്കാനൊക്കെയുള്ള നടപടിക്രമങ്ങൾ വരുന്നു. പുതിയ കോടതി സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷകളാണ് നമുക്ക് ഈ ബില്ല് നൽകുന്നത്. ശ്രീ സൂപ്പി വെള്ളമുണ്ട എന്നോടൊപ്പം ചേരുന്നു. സൂപ്പി വെള്ളമുണ്ട, ഈ പാർലമെൻറ്റ് കുറച്ച് ദിവസമായി നമ്മൾ കാണുന്നത്, പാർലമെൻറ്റ് സമ്മേളിക്കുന്നു, ബഹളമാകുന്നു, ഉച്ചവരെ പിരിയുന്നു, ഉച്ചയ്ക്ക് വീണ്ടും സമ്മേളിക്കുന്നു, ബഹളമാകുന്നു, 2 മണി വരെ പിരിയുന്നു, 2 മണിക്ക് ബഹളമാകുന്നു, വൈകുന്നേരത്തേക്ക് പിരിയുന്നു, പിറ്റേ ദിവസത്തേക്ക് പിരിയുന്നു. ഇങ്ങനെയുള്ള ഒരു രീതി ഈ പാർലമെൻറ്റിൽ വരുമ്പോൾ ഇത് ആരുടെ കുഴപ്പമാണെന്നാണ് ശ്രീ സൂപ്പി കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ പാർലമെന്റ് നിയമസഭയൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ വന്നിട്ടില്ല? അവരല്ലേ ഇതിന് മറുപടി പറയണ്ടേ? ജനങ്ങളെ വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കിയ അല്ലെങ്കിൽ ഗ്രനേഡ് ഉപയോഗിച്ച പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ വന്നിട്ട് പ്രസ്താവന നടത്താത്ത കൊണ്ടല്ലേ രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവന നടത്തേണ്ടത്? രാഹുൽ ഗാന്ധി അവരെ ഉദ്ദേശിച്ചാണോ ഈ പ്രയോഗം നടത്തിയതെന്നാണോ സൂപ്പി പറയുന്നത്? ആയിരിക്കുമല്ലോ, ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പോൾ ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നു തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, അപ്പോൾ സാറേ മൂന്ന് കണ്ടതിൽ സന്തോഷം. ഹലോ, കേൾക്കാം. സാറേ, അതായത് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തെറ്റ് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, അതായത് ദയനീയമായി മരണപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടും
ഈ ചെറിയ കുട്ടികളെ ബുദ്ധി വളർന്നു വരുന്നല്ലേ, കുട്ടികളാന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ ആക്രമിച്ച് അതിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിലല്ലേ ചെയ്യണ്ടേ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇടിയറ്റ് എന്നുള്ള ഫൂളിൽ എന്തോ പറഞ്ഞു പോയത് അയാൾ അദ്ദേഹം പറഞ്ഞ് എല്ലാവരും അല്ല, അതില് എല്ലാവരും ഒന്നും പറഞ്ഞിട്ടില്ല, മൊത്തം പറഞ്ഞില്ല. അതിനകത്തും തന്നെ നല്ലോ മുടക്കുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും നല്ല ആ രീതിയിൽ അദ്ദേഹം എക്സ്ക്യൂസ് രീതിയിൽ തന്നെ അത് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് സ്റ്റാൻഡ് ഉണ്ടല്ലേ, സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡിൽ അദ്ദേഹം ഇനി മാപ്പ് പറയേണ്ടെന്ന് ആവശ്യമില്ല. അത് അങ്ങനെയാണെങ്കിൽ അവർ എന്തെല്ലാം നെഹ്റു കുടുംബത്തിനും ഗാന്ധി കുടുംബത്തിനും എന്തെല്ലാം പറഞ്ഞ രണ്ടുപേരും ഗോളടിക്കുന്നതിൽ അപ്പുറം ഇപ്പുറം പറഞ്ഞില്ല. അപ്പം പിന്നെ രാഹുൽ ഗാന്ധിയുടെ നല്ലൊരു മനസ്സിനുള്ള വിഷമം കഴിച്ച് ജീവിച്ചതാ. അവരുടെ കുടുംബത്തിൽ പിന്നെ സോറോഫുൾ ആയിട്ടില്ല. അപ്പൊ ഓക്കെ, വ്യക്തമാണ്. നല്ല അപ്പോൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ പ്രസാദ് എന്നോട് പറയുന്നു, സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജനാധിപത്യത്തിലും നിയമ സംവിധാനത്തിലും മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രീ രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് പാറശാലയിൽ നിന്നാണ്. ശ്രീ രാമചന്ദ്രൻ, ഇന്ന് നമ്മുടെ രാജ്യസഭ സുപ്രധാനമായ ഒരു ബില്ല് ചർച്ച ചെയ്യുകയായിരുന്നു, നാഷണൽ ഓണർ ബിൽ. അപ്പോൾ നാഷണൽ ഓണർ അമെൻമെൻറ്റ് ബില്ല്, അത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ, നമ്മുടെ ദേശീയ മുദ്രകളെ അപകീർത്തിപ്പെടുത്തുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു സുപ്രധാനമായ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ് ഇന്ന് രാജ്യസഭ ഉണ്ടായിരുന്നത്. അത് അവിടെ പക്ഷേ സ്വാഭാവികമായും ഇന്ന് പ്രതിപക്ഷം പോലീസ് അട്രോസിറ്റീസ്ക്കെതിരെ അവിടെ പ്രതിഷേധവുമായി വന്നു. അതുകൊണ്ട് തന്നെ സഭ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധമുണ്ടായി. അങ്ങനെ ഇത് പ്രതിഷേധിച്ചു എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇത്തരം സുപ്രധാനമായ ബില്ലുകളിൽ ആവശ്യമായ തരത്തിലുള്ള നിലവാരത്തിൽ ഒരു ചർച്ച അവിടെ നടന്നുവെന്ന് ശ്രീ രാമചന്ദ്രൻ പാറശാല കരുതുന്നുണ്ടോ? സാറ് ഹലോ സാർ, നമസ്തേ സാർ. നമസ്കാരം സാർ. ഇവര് ഇന്ന് ഇറങ്ങി തിരിച്ചത് ഈ രാജ്യത്തിന് നന്നാക്കാനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവർക്ക് ഇന്ന് സഭയിൽ ബഹളം വയ്ക്കുക, ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചേ, ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ എണ്ണം കുറവല്ലേ, ഭരണപക്ഷത്തിരിക്കുന്നവരല്ലേ കൂടുതല്. അപ്പൊ ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ കേരളത്തിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ തന്നെയാണ്. പക്ഷേ സാർ, വിലപ്പെട്ട ദിവസങ്ങൾ പോകുന്നില്ലേ? ഈ പാർലമെന്റ് കൂടെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുമായ ദിവസങ്ങൾ ഇവർ അടിയും പിടിയും ബഹളവും ഉണ്ടാക്കി ദിവസം വെക്കൊണ്ടിരിക്കുകയല്ലേ. നല്ല നല്ല കാര്യങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് സാർ, ഇവരെ കൊണ്ട് ഇപ്പൊ ഈ 5 വർഷവും ഇവരെ കൊണ്ട് പ്രതിപക്ഷത്തിന് ഭരിക്കാൻ പറ്റില്ല, ഈ ഭരണത്തെ തള്ളിയിടാനും പറ്റില്ല. പക്ഷെ അടുത്ത് എന്തൊക്കെയോ ചെയ്യാമെന്നുള്ള വ്യാമോഹങ്ങൾ മാത്രമേ ഉള്ളൂ. സാർ, അത് സാർ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി മാത്രമല്ല ഭരിക്കുന്നത്, RSS എന്ന് പറയുന്ന ഒരു വൻ ശക്തിയാണ് ഭരിക്കുന്നത്. അവർക്ക് കാശ് വേണ്ട, അവർക്ക് വേറെ സാമ്പത്തികങ്ങളൊന്നും വേണ്ട, അവർക്ക് രാജ്യമാണ് അവരെ വലുത്. അവർക്ക് ഇവിടുത്തെ വ്യോമസേനയും റിസർവ് ബാങ്കും ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവർക്ക് രാഷ്ട്രീയം മാത്രമല്ല, ജനങ്ങളാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അന്ന് രാഹുൽ ഗാന്ധി RSSനെയാണ് വിമർശിച്ചത്. വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ അന്ധഭക്തന്മാരാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് RSS ആണ്. സാർ, രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് അറിയാം. ഈ RSS ഉള്ളത് കൊണ്ടാണ് BJP നിലനിൽക്കുന്നതും നമ്മുടെ മോഡി ഭരിക്കുന്നതും RSS ആണ് ഇതിന്റെ പിന്നാമ്പുറം ചരട് ഭരിക്കുന്നതും എന്നുള്ള. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തത്. അത് ഇപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. പ്രതികരണം വ്യക്തമാണ്. ശ്രീ റെജി എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ റെജി, ജിതേന്ദ്ര സിംഗ് പറയുന്നത് NDA ഭരണകാലത്ത് എയിംസിൻ്റെ എണ്ണം കൂടി, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വലിയ തോതിൽ രാജ്യത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ തങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് സുപ്രധാനമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശ്രീ റെജി എങ്ങനെ കരുതുന്നു ഇതിന്? നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പദപ്രയോഗമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അത് ഒരു സാധാരണ നമ്മൾ ലോക്സഭയിലൊന്നും ഞാൻ പോയില്ല, പക്ഷെ നിയമസഭയിലൊക്കെ ഇരുന്ന് കാണാനൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മള് ചില കാര്യങ്ങൾ പറയുമ്പം നമ്മളൊരു ഉദാഹരണ സഹിതം പറയും, വിഡ്ഢികളുടെ സ്വർഗത്താന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായ സംസാരങ്ങളാ. പക്ഷെ ഇത് ഒരാളിനെ വ്യക്തിപരമായി വിഡ്ഢി എന്ന് വിളിച്ചതായിട്ടല്ല അവിടുന്ന് നമുക്ക് അറിവ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ പാർലമെന്ററി രീതിയിലൊക്കെ ഉള്ളതാണെന്ന്. അത്
ഭരണപക്ഷം മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതികളായ എത്രയും എം പിമാർ ഇരിപ്പുണ്ട്. നമ്മൾ ഈ വിമർശിക്കുന്ന എം പിമാരിൽ ആരൊക്കെയുണ്ട് പ്രതിസ്ഥാനത്തിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ നമ്മുടെ പാർലമെന്റിനുള്ള വൈകല്യങ്ങളൊക്കെയാണ്. പക്ഷെ അൺപാർലമെന്ററി പ്രയോഗം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് ഭരണപക്ഷങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ശരി സാർ, ഓക്കെ ശരി. അപ്പോൾ എന്നോടൊപ്പം KG കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ KG കുമാർ, ജിതേന്ദ്ര സിംഗിൻ്റെ മറുപടി ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജൂലൈ 21 അദ്ദേഹം പറയുകയാണ് ജൂലൈ 21 പ്രതിപക്ഷ നേതാവ് ചില പ്രത്യേക താല്പര്യങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതിക്ക്, അതായത് ലോക് കല്യാൺ മാർഗിൽ സമീപത്ത് പോയി അവിടെ ഇരുന്നു. അത് ലോക് കല്യാൺ മാർഗിൽ അദ്ദേഹത്തിന് അവിടെ പോയി ഇരുന്നത്, അദ്ദേഹത്തിന് അവിടെ ആ വീട്ടിൽ ലോക് കല്യാൺ മാർഗ് എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ വസതിയാണല്ലോ, അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് തെരഞ്ഞെടുക്കാനായി വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെ പോയത്. പക്ഷേ അദ്ദേഹത്തിന് ആ ആഗ്രഹം നടപ്പിലാക്കാത്തതുകൊണ്ട് അതിൻ്റെ പുറത്തു പോയിരുന്നു. അത് ആ നിലയ്ക്ക് അങ്ങനെയാണ് ഈ അവിടെ നിന്ന് അദ്ദേഹത്തെ എടുത്തു മാറ്റേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തെ അങ്ങനെയാണ് ശ്രീ ജിതേന്ദ്ര സിംഗ് പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ വിഷയങ്ങളെല്ലാം വരുന്നത്, ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഈ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഒരു മന്ത്രിയിൽ നിന്നും വരുന്നത്. എന്തു തോന്നുന്നു ശ്രീ KG കുമാർ ഇത് കേൾക്കുമ്പോൾ? അതായത് ഭാവിയിൽ പ്രധാനമന്ത്രി ആവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആളാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പോ ഈ അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച്, പക്ഷെ ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ ഒരു 90% ആൾക്കാർക്കും അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു കാലം വരുമെന്നുള്ള പ്രതീക്ഷ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും താഴേക്കടയിൽ മുതലുള്ള ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഈ ഇദ്ദേഹത്തിന് അറിഞ്ഞൂടെ, അവിടെ പോയിക്കൂടാ. അവിടെ എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെ പ്രതിഷേധം പാടില്ല. അല്ലെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും പ്രതിഷേധത്തിന്റെ ആ മാർഗത്തിൽ കൂടെ പോകണ്ടേ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് ലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റകൾ വന്നു. അന്നേരം അവർ ചോദിച്ചപ്പോൾ പെർമിഷൻ കൊടുത്തില്ല. പെർമിഷൻ കൊടുക്കാതെ അവർ അതിക്രമിച്ച് കയറാൻ നോക്കിയത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളും സംഘർഷത്തിലേക്ക് ഇത് പോയത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി എന്നൊരു ബിഡ്ഡി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയില്ല. ഈ സഭയിൽ ആർക്കാന്ന് പറഞ്ഞാൽ കുറെ നാൾ കൊണ്ട് പ്രതിപക്ഷം അവര് ഈ സഭയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. പക്ഷെ എന്നാലും ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയ്ക്ക് അനുസരിച്ച് എല്ലാ ചർച്ചയിലും പങ്കെടുക്കുകയും ഇറങ്ങിപ്പോലും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വാക്കൗട്ട് ചെയ്യും. അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ എല്ലാ ദിവസവും ഓരോ കാരണങ്ങൾ കയറുന്ന വഴിയിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബിസ്ക്കറ്റും ചായയും കഴിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ SFI KSU AVP അങ്ങനെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പിള്ളേർ ചെയ്യുന്ന സമരത്തിന്റെ ഒരു രീതി ആയിപ്പോയി. എന്നാൽ ഈ രാഹുൽ ഗാന്ധിയോട് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരെങ്കിലും പറയണം നമുക്ക് ഇങ്ങനെ പാടില്ല. കാര്യം ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പക്വതയായിട്ട് വരണം. പിന്നെ വിഡ്ഢി എന്ന് അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ആൾക്കാരും ജനങ്ങൾ മൊത്തം പറയുന്നത് ഈ ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് ജനങ്ങൾ മൊത്തം പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയാണ് വിഡ്ഢി എന്നാണ് ആൾക്കാർ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി തീരെ പക്വത കാണിക്കാറില്ല. ഭാവി പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പക്വത അദ്ദേഹം കാണിക്കണ്ടേ? അദ്ദേഹം ഒരു കാര്യത്തിലും കാണിക്കുന്നില്ല. പിന്നെ എങ്ങനെ ആവാനാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പോൾ ശ്രീ സ്കറിയ ചെറുപുഴ, ഈ നമ്മുടെ കുമാറിൻ്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, ഞാൻ സ്കറിയയിലേക്ക് വരാം. അതായത് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യം പരാജയപ്പെട്ടു എന്ന് പ്രസാദ് പറയുന്നു. ശ്രീ മുരളീധരൻ നായർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എം എൻ മുരളീധരൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ ജോസഫ് എനിക്ക് നമസ്കാരം എന്ന് പറയുന്നുണ്ട്, ചുവന്ന പൂക്കൾ അയക്കുന്നുണ്ട്. താങ്ക് യു സുനിൽ ജോസഫ്. അപ്പോൾ മുരളീധരൻ നായർ എന്നെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ. സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പപ്പുമോൻ എന്ന പേര് എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, മുരളീധരൻ PSNS എന്നോട് പറയുന്നു. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസും എല്ലാവരെയും ഉദ്ദേശിച്ചില്ല, പിന്നെ എന്തിനാണ് തള്ളുന്നത് എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ നമസ്തേ ജയകുമാർ എന്ന് മുരളീധരൻ നായർ പറയുന്നു. നിറയെ ചുവന്ന പൂക്കൾ എനിക്ക് അയക്കുന്നു ശ്രീജു. അപ്പോൾ വി ഇന്ത്യൻസ് റെസ്പെക്ട് എവറി കളർ ഓഫ് അവർ നാഷണൽ ഫ്ലാഗ്, സാഫ്രൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ. സോ ഡസ് സാഫ്രൺ അലോൺ സീംസ് ടു ബോദർ യു സോ മച്ച് എന്ന് നമ്മുടെ ഷിജുവിനോട് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. രാമേന്ദ്രൻ പാറശാലിയെ പിന്തുണയ്ക്കുന്നു. നമ്മുടെ സുനിൽ കുമാർ
അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടിയും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്, VC തോമസ് ഉണ്ട്. ഇവരൊക്കെ തെരഞ്ഞെടുത്ത ജനങ്ങളെയാണോ വിഡ്ഢി എന്ന് ഉദ്ദേശിച്ചത്, ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വിഡ്ഢി എന്ന് ഉദ്ദേശിച്ചത് എന്ന് VC തോമസ് പറയുന്നു. എനിക്ക് നമസ്കാരം എന്ന് സുനിൽ ജോസഫ് പറയുന്നു. ശ്രീ രാഘവൻ നായർ, ആക്ച്വലി രാഹുൽ ഗാന്ധി ഈസ് മോശമാണ് പ്രയോഗം. He cannot complete a speech with proper points against government and is going mad way. Don't give him more visibility എന്ന് എന്നോട് ശ്രീ രാഘവൻ നായർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി ജയ, ഈ പാർലമെന്റിലെ നടപടിക്രമങ്ങളൊക്കെ വീട്ടിലിരുന്ന് കണ്ടോ? നമസ്കാരം മനു. നമസ്കാരം. ഞാൻ കണ്ടു മനു. അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം വിധി എന്ന് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തികളെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. കുട്ടികൾ ചോദിച്ചത് അവിടെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഇത്രയും കൊണ്ടുപോകുന്നെങ്കിൽ അവര് വിധികളാണ്. അതുകൊണ്ടാ. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞെന്നും പറഞ്ഞ ഒരു വഴക്കുണ്ടാക്കി ഒരു സുപ്രധാന ബില്ല് പാസ്സാക്കാൻ ഉള്ള ചർച്ചയില് ഭരണപക്ഷമാണ് എഴുന്നേറ്റ് നിന്ന് ബഹളം വെക്കുന്നത്. സാധാരണ പ്രതിപക്ഷമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചർച്ച വഴിതിരിക്കുന്നത്. ഇത് ഭരണപക്ഷം ആ റിജുജു എന്നൊക്കെ പറയുന്ന മന്ത്രിയൊക്കെ എന്തോ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇവരൊന്നും ആ ഒരു പദവിക്ക് യോജിച്ചവരല്ല. RSS ആണോ അവരുടെ പുറവില്, ASS ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊന്നും നല്ല നടപടിയിലല്ല. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് ഇപ്പൊ മോദി വന്നതിന് ശേഷം കണ്ടുപിടിച്ചതല്ല പാർലമെന്റ്. പാർലമെന്റ് പണ്ടേ ഉണ്ട്. അതിന്റെ അന്തസ്സും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അതൊക്കെ ഈ രീതിയിലാക്കിയൊക്കെ ഇവർ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോ നമുക്ക് ഒരു ചമ്മല് തോന്നുക. ഇതൊക്കെ കാണുമ്പോ എന്ത് ചെയ്യാനാ, നമ്മുടെയൊക്കെ തലയിൽ വര. ശരി, അപ്പൊ കുടുംബത്തോടെ ഇരുന്നാണോ ഇതൊക്കെ കണ്ടത്? അപ്പൊ ഭർത്താവൊക്കെ എന്ത് പറഞ്ഞു? പുള്ളിക്ക് രാവിലെ ഇന്നലെ മെനഞ്ഞാന്ന് മുതൽ പുള്ളിക്ക് ഭയങ്കര അസുഖമാ. പിന്നെ ഇത് BJPയുടെ മനുവും BJPക്കാരനാണല്ലോ സപ്പോർട്ട് പറയുന്നത് എപ്പോഴും. ആണോ? മനുവിന്റെ എങ്ങോട്ടാ ഈ പോക്ക്? മനുവിന്റെ BJPയുടെ ഒരു കോൺഗ്രസ് അല്ല, എന്തായാലും കോൺഗ്രസിന് മനു സപ്പോർട്ട് ചെയ്യത്തില്ല. CPM-നുണ്ടോന്ന് എനിക്കറിയില്ല, ഇന്റേണൽ ആണ് അത്. പക്ഷെ പരസ്യമായിട്ടുള്ളത് BJPക്കാണ്. ഏതായാലും അതിന്റെ ചേച്ചി, ഞാൻ BJP ആണെന്ന് പറയുമ്പോൾ BJPക്കാരൊക്കെ എന്നോട് കഴിഞ്ഞ ദിവസം ദേഷ്യപ്പെട്ടു പോയി. ഞാൻ BJPക്കാരോട് വളരെ മോശം. ഇപ്പം നമ്മുടെ ഗോമാതാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ യൂട്യൂബിൽ എന്നും പൊതുവേദി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ വരുന്നില്ല. അവരുടെ പ്രധാന പ്രതികരണം ഞാൻ BJP വിരുദ്ധനാണെന്നും പറഞ്ഞ് പിടങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് മറിച്ച് പറയുന്ന ഒരാളുണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് എന്തായാലും മനുവിനെക്കാട്ട് പ്രായമുണ്ടല്ലോ, പരിചയമുണ്ട്. ഇന്ത്യയിലെ പരിചയമല്ല, ഔട്ട്സൈഡ് പരിചയമുണ്ട്. മനു ഇത് എങ്ങോട്ടാ ചാടുന്നതെന്ന്. ഓക്കെ മനു. ശരി, ഓക്കെ. അപ്പോൾ ശ്രീ സ്കറിയ ചെറുപുഴ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സ്കറിയ, നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. എന്താണെങ്കിലും മനുവിനെ BJPക്കാരനാക്കി കളഞ്ഞ വളരെ മോശമായി പോയി കേട്ടോ. അജയ് ചേച്ചി, ഒരു മീഡിയ പ്രവർത്തനം രാഷ്ട്രീയം ഇല്ലെന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരം. രാഷ്ട്രീയം കാണാതെ പൊതുവായിട്ട് കാണിക്കാറില്ല. ശരിയായ രീതി അങ്ങനെയാണല്ലോ. കഴിഞ്ഞിടെ BJPക്കാരൊക്കെ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു പോയി കേട്ടോ. ഞാൻ പാറ്റയുടെ ആളാണെന്നും പറഞ്ഞിട്ട് പാറ്റകളെ പിന്തുണച്ചെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ അവര് ഞാൻ ആരെയും പിന്തുണച്ചില്ല. ഞാൻ ഈ മനുഷ്യരെ അടിക്കുന്നതിനെതിരെ പറഞ്ഞു. അപ്പം എന്നോട് ദേഷ്യപ്പെട്ടത് നമ്മുടെ കൊല്ലത്തു നിന്ന് മറ്റൊരു കുമാറല്ല, കൊല്ലത്ത് നിന്ന് രാജീവ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ഉണ്ടായിരുന്നു BJPയിൽ. അദ്ദേഹം BJPക്കാരനാണ്. അദ്ദേഹവും ഞാനുമായിട്ട് ദീർഘനേരം തർക്കമായി. അദ്ദേഹം ദേഷ്യപ്പെട്ടൊക്കെ പോയി. പക്ഷെ പിറ്റേ ദിവസം വന്നു. പക്ഷെ ആ തർക്കത്തിന്റെ ഫലമായിട്ട് BJPക്കാരായ കുറെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ടായിരുന്നു, ഗോമാതാജി എന്നൊക്കെ. അവരൊക്കെ ദേഷ്യപ്പെട്ടു പോയി. അപ്പൊ മനു, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം മനു. കാരണം ഈ പാർലമെന്റ് നിയമസഭയെ നമ്മുടെ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവിടെ ഓരോ മണിക്കൂർ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇപ്പൊ ഒരു കുറച്ചു കാലങ്ങളായിട്ട് പാർലമെന്റിലും നിയമസഭയിലൊക്കെ നടക്കുന്നത് എന്താ വെച്ചാൽ ഇവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സഭയായിട്ട് മാറിയിരിക്കുക. പൊതുജനത്തിന്റെ ആവശ്യങ്ങൾക്കോ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കോ ഉള്ള ഒരു സഭയല്ല അത്. അവിടെ ചെല്ലുന്ന സാമാജികർ ആരും ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ശമ്പളം കിട്ടണം, ഇതിന്റെ സുഖലോലിതരായിട്ട് ജീവിക്കണം, 5 കൊല്ലം തള്ളി നീക്കണം. പാവപ്പെട്ടവന്റെയോ ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികളല്ലേ അടുത്ത ഭാവി തലമുറ. അവര് ഈ പരീക്ഷാ ക്രമക്കേടുകൾ നമ്മളിത് കണ്ടു, സമരം ചെയ്തു, അതൊക്കെ ചെയ്തു. അപ്പൊ ഈ പ്രതിപക്ഷത്തിനെ ഭരണപക്ഷം ഒരിക്കലും ബഹുമാനിക്കാറില്ലല്ലോ. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത ഇത് തന്നെയുള്ള ആളല്ലേ. അപ്പം
ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം ഇപ്പൊ ബിഡ്ഡി എന്ന് പറഞ്ഞു. അത് ആരെയാണ് ബിഡ്ഡി എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഒരു ബില്ല് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സഭയിലില്ല, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ സഭയിലില്ല. അതിനെക്കുറിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഈ വിളിച്ചവർക്കോ അല്ലെങ്കിൽ ഇത് കണ്ടവർക്കോ ഒന്നും ഒരു വിഷയമില്ല. അവരവിടെ പോയതാ, അവർ വൈദ്യുവേനയ്ക്ക് മരുന്ന് മേടിക്കാൻ പോയതാ. അല്ലല്ലോ, അവരാ സഭയിൽ വേണ്ടേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സഭയിൽ ഇല്ലാത്ത ഒരു ചർച്ച നടത്തുമ്പോൾ ചിലപ്പം വിഡ്ഢി എന്ന് വിളിച്ചെങ്കിലും വലിയൊരു അപരാധമായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സാധാരണ നമ്മുടെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ആളൊക്കെ പറയുന്ന വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാം തലകുത്തി മറിഞ്ഞ് മച്ചു പോകണ്ടേ? ഇത് വിഡ്ഢി എന്നല്ലേ പറഞ്ഞുള്ളൂ. വിഡ്ഢി എന്ന് പറഞ്ഞതിന്റെ കാരണം ചിലപ്പം അവിടെ അന്ന് സമരം നടത്തി പാർട്ടികള് ഈ ഇതിനു വേണ്ടി ചർച്ചയ്ക്ക് നടത്തിയ ഒരു മന്ത്രിയെ വരെ രാജിവെപ്പിച്ചില്ലേ? അപ്പൊ ഈ വിഡ്ഢികൾ എന്ന് പറഞ്ഞപ്പോ അവിടെ ഇപ്പൊ നേരത്തെ ജയചേച്ചി പറഞ്ഞ പോലെ അവിടെ പ്രതിപക്ഷമാണ് ബഹളം ഉണ്ടാക്കിയത്. അല്ല, പ്രതിപക്ഷമല്ല, ഭരണപക്ഷമാണ് ബഹളം ഉണ്ടാക്കിയത്. ഈ ഭരണപക്ഷം എന്തിനാ? അപ്പൊ അവർക്കത് അവർക്ക് എവിടെയൊക്കെ കൊണ്ട കേസുകളാണ് ഈ വിഡ്ഢി എന്ന് വിളിച്ചപ്പോൾ തോന്നിയത്. പിന്നെ വിഡ്ഢി എന്ന് വിളിച്ച വലിയൊരു അപരാധമായിട്ടൊന്നും തോന്നുന്നില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ഇതിന് വിളിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ജോണി വിൽഫ്രഡ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. നമ്മുടെ ജോണി വിൽഫ്രഡിനെ കണ്ടപ്പോഴാണ്, ജോൺ എബ്രഹാം നമ്മുടെ ജർമ്മനിയിൽ നിന്ന് സാധാരണ നമ്മുടെ പൊതുവേദി കാണാറുണ്ട്, ഇന്ന് അദ്ദേഹം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കമൻ്റ് ഒന്നും ഇട്ട് കാണുന്നില്ല. ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നിന്നും എപ്പോഴും പൊതുവേദിക്കൊപ്പം ചേരാറുണ്ട്. ഇന്ന് അവരെ രണ്ടുപേരുടെയും കമൻറ്റുകൾ കാണാറില്ല. അപ്പോൾ പ്രമോദ് കാണുന്നില്ല, ഇന്ന് കാണുന്നില്ല. പ്രമോദ് നാണു പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരാണ്. സുനിൽ കുമാർ പറയുന്നു ആ പദ്ധതിക്ക് ഒട്ടും യോജിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന്. ജയകുമാർ പറയുന്നത് ഇത് BJP തന്നെ ആണ് വിഡ്ഢികൾ എന്നുള്ള തരത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പിന്നെ ഷിജു പറയുന്നത് ജയചേച്ചി പറഞ്ഞത് ശരിയാണ്. ഷീ ടോൾഡ് ദ ഫാക്ട്. ജയചേച്ചി ഈസ് ദ പ്രൈഡ് ഇൻ്റലിജൻറ്റ് കേരളൈറ്റ് ഓഫ് കേരളൈറ്റ്. ഷീ ഈസ് ദ പ്രൈഡ് ഓഫ് ഇൻ്റലിജൻറ്റ് കേരളൈറ്റ്സ്. യു ടോൾഡ് ദ ഫാക്ട് എന്ന് ശ്രീമതി ജയയെ ചിലരൊക്കെ പുകഴ്ത്തുന്നുണ്ട്. സന്തോഷം. ഓക്കെ, അപ്പോൾ വിഡ്ഢിയാണ് പാർലമെൻറ്റിൽ ആണെന്ന് സ്പീക്കർ റൂളിംഗ് നൽകിയിട്ടില്ല. വിഡ്ഢിയാണ് വിഡ്ഢി അൺപാർലമെൻ്ററി ആണെന്ന് സ്പീക്കർ റൂളിംഗ് നൽകിയിട്ടില്ല എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. രാഘവൻ നായർ പറയുന്നു രാഹുൽ ഗാന്ധി സപ്പോസ് ടു ടോക്ക് അബൌട്ട് ദ ബിൽ. ജയ ഡോണ്ട് ബി എ ബ്ലൈൻഡ് ഡിവോട്ടി ഓഫ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മോൺസാക്ക് എന്നോട് പറയുന്നത് മനു BJP ആകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. മനു ഈസ് എ നാഷണലിസ്റ്റ് ആൻഡ് സെക്കുലർ എന്ന് എന്നെ പുരശംസിക്കുന്നു ഒരു ഡൊണാൾഡ് ഡക്ക്. സദാശിവൻ നായർ എന്നോട് പറയുന്നത് നമസ്കാരം മനു, ഇതുപോലുള്ള തിരഞ്ഞെടുത്ത ജനങ്ങളാണ് യഥാർത്ഥ വിഡ്ഢികൾ എന്നൊക്കെ പറയുന്നുണ്ട്. ബിജുകുമാർ ചടയമംഗലം എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബിനുകുമാർ, നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളുടെ നേതാക്കളൊന്നും വരുന്നില്ല പാർലമെൻറ്റിൽ എന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഇവരൊന്നും പാർലമെൻറ്റിൽ പങ്കെടുക്കുന്നില്ല, ചർച്ചകളിൽ വരുന്നില്ല, കാണുന്നില്ല എന്നൊക്കെയുള്ളൊരു വലിയ പരാതി അവിടെ ഉന്നയിക്കപ്പെടുന്നു. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ ഉന്നയിക്കപ്പെടുന്നു. എന്ത് തോന്നുന്നു ശ്രീ ബിനുകുമാർ? തീർച്ചയായിട്ടും ആ പറയുന്നതിനകത്ത് ഞാനൊരു BJP-കാരനാണെങ്കിൽ പോലും പിന്നെ സാറേ ഈ പറയുന്നതിനകത്ത് ഒരു കഴമ്പുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ഒരു രണ്ടുപേരും സഭയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് തെറ്റെന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞ് ശീലമുള്ളത്. എല്ലാവരും കണക്ക് ഈ കോൺഗ്രസ്സുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നമ്മൾ വലിയ നമ്മുടെ പ്രവർത്തകർ കൂടുതലും വിഴുങ്ങാറൊന്നുമില്ല. തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൊച്ചായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു പുസ്തകം അയാളെ പൊക്കി പിടിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നടക്കുകയും ഈ പുസ്തകം വെച്ചുകൊണ്ട് തന്നെ ഈ വിഡിത്തം എന്ന വാക്ക് ഈ സഭയിൽ വന്നതൊരു വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അങ്ങനെയല്ല നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹം ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ജവഹർലാൽ നെഹ്റു മുതൽ ഇനി രാജീവ് ഗാന്ധിയുടെ നോക്കുമ്പോൾ നമ്മൾ രാജീവ് ഗാന്ധി ഇപ്പം നമ്മൾ മനസ്സിൽ കരുതി നോക്കുക. ആ മനുഷ്യൻ ഒരു പൈലറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഓരോന്ന് പഠിച്ച് ഇന്ത്യയുടെ നല്ലൊരു പ്രധാനമന്ത്രിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി, ഒരു സുന്ദര കുട്ടപ്പനായ ഒരു പ്രധാനമന്ത്രി, ഇത്രയും സൗന്ദര്യമുള്ള ഒരു പ്രധാനമന്ത്രി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ല, നമ്മള് ഈ ഭാരതീയ ജനതാ പാർട്ടി വരുന്നതിന് മുമ്പ് സാറേ RSS ഉൾപ്പെടെയുള്ള ആൾക്കാർ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ RSSകാര്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ യാതനകൾ അനുഭവിച്ചതിന് ശേഷമാണ് സ്വന്തമായി ഒരു സംഘടന, ഒരു രാഷ്ട്രീയ സംഘടന വേണം എന്ന് ആലോചിക്കുന്നത് പോലും അതിന് ശേഷമാണ്. ഞങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ ഇന്ദിരാഗാന്ധി ഇവരെ ഉൾപ്പെടെ ഉള്ള പല പ്രധാനമന്ത്രിമാരും ജയിച്ചു വന്നിട്ടുള്ളത്. RSSന് അന്ന് രാഷ്ട്രീയ കക്ഷി ഇല്ലല്ലോ.
അത് ജനസംഘം ഉണ്ടായിരുന്നു, പിന്നെ ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചു, അങ്ങനെയല്ലേ അതിന്റെ ചരിത്രം. അത് കഴിഞ്ഞ് കേരളത്തിൽ ഹിന്ദു മുന്നണി ഒന്ന് സാറേ അത് ക്ലച്ച് പിടിക്കാതെയാണ് ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നത്. ഞാൻ പറയുന്നത് ആരെയും കുറ്റം പറയുകയല്ല. ഈ നമ്മള് പ്രധാനമന്ത്രി ഇന്നിപ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് ഇന്ത്യയിൽ ഉണ്ട്. പക്ഷെ ഓരോ പ്രധാനമന്ത്രിയായാലും ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും ഓരോ കാലഘട്ടങ്ങളുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ സമയത്ത് ഉണർവേകി വന്ന ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ കണ്ട് ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ ഭാവിയിലെ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിരുന്നു, പലരും നമ്മൾ കണ്ടിരുന്നു. ആരുടെ? രാഹുൽ ഗാന്ധിയിലൂടെ. അപ്പൊ ഇദ്ദേഹം ആദ്യമേ നല്ല രീതിയിൽ ഇങ്ങോട്ട് പ്രവർത്തിച്ചോട്ട് വന്നിട്ട് അവസാനം കലം തുടച്ചു കളയും. ഓരോ സ്റ്റേറ്റിലെ ഇലക്ഷൻ നോക്കൂ സാറേ. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം ഈ പിന്നെ ഇന്നസെന്റിലെ സിനിമയിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ചിട്ട് തിരിച്ചു വരുന്ന കണക്ക് ഒരു പോക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. അതെല്ലാം നിർത്തിയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് BJP-കാരനായ ഞാനും പറയുന്നത്. അല്ലാതെ ജയിച്ചേച്ചി പറയുന്ന കണക്കൊന്നും ഞാൻ ആരെയും എതിർക്കത്തൊന്നുമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ 2 ആഴ്ച കണ്ടില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ട് മോദിയെയും അമിത്ഷായും പാർലമെന്റിൽ കാണുന്നില്ല എന്നതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് എന്നോട് സലീം VA ചോദിക്കുന്നു. അഷ്കർ എന്നോട് പറയുന്നു, ഇഡിയറ്റ് എന്ന് വിളിച്ചതിന് അല്ല ഭരണപക്ഷം ബഹളം വെച്ചത്, അമിത്ഷായാണ് വെടിവെക്കാൻ ഉത്തരവിട്ട് എന്ന് പറഞ്ഞതിനാണ്. മനു തെറ്റായ വിവരം ജനങ്ങളിൽ ഇഡിയറ്റ് എന്ന് വിളിച്ചത് ഇപ്പോൾ ബഹളം വെച്ചതിൻ്റെ വിഷ്വൽ എൻ്റെ കയ്യിലുണ്ട്. അതിനും പറഞ്ഞു അമിത്ഷായെ കുറ്റപ്പെടുത്തിയതിന് അതിനുശേഷം അവർ ബഹളം വെച്ചു. അപ്പോൾ രണ്ടുമുണ്ട്. ഇഡിയറ്റ് എന്ന് വിളിച്ചപ്പോൾ അത് സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്ന് കിരൺ റിജിജു എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം സഭയിൽ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കി. ഞാനാരെയും തെറ്റായി പിന്നെ വിവരങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല അസ്കർ. അപ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കണം. എനിക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സുപ്രീം കോടതി വിധി അംഗീകരിക്കില്ല എന്ന് പറയുന്ന പാറ്റകൾ പിന്നെ ആര് പറയുന്നത് അംഗീകരിക്കും? ഇന്ത്യ സഖ്യം പറയുന്നതാണോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ഐഷി ഘോഷിൻ്റെ അറസ്റ്റ് ചെയ്യുന്നില്ലേ സംഘി പോലീസ് എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. രാഹുൽ ഗാന്ധി പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ലാത്തയാൾ ആണ്, ചുമ്മാ ചില കാർഡുകൾ കാണിച്ച് ആളുകളെ പറ്റിക്കുകയാണെന്ന് ഇവിടുത്തെ കുറേ കോൺഗ്രസ്സുകാർ മുന്നിൽ നിർത്തി കളിക്കുകയാണെന്നൊക്കെ മോൻസാക്ക് എന്നോട് പറയുന്നു. മോദിയെ കാണണമെങ്കിൽ വിദേശത്ത് പോകണമെന്ന് പരിഹസിക്കുന്നു ശ്രീ ജയകുമാർ. രാധാകൃഷ്ണൻ PR എന്നോട് പറയുന്നത്, ശ്രീമതി ലോക്സഭ ചർച്ച കേട്ടിട്ട് എന്താണ് മനസ്സിലായത്? മോദിജിയെ അടുത്ത് നിൽക്കാൻ യോഗ്യത ഈ രാഹുൽ ഗാന്ധിക്കില്ല എന്ന്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കൊളംബിയയിലേക്ക് പോകുന്നു എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ആരും അറിയാതെ മുഴങ്ങുന്ന ഒരു നേതാവിന് ചേർന്നതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് മനുവിന് BJP ആയിക്കൂടെ എന്നാണ് രാധാകൃഷ്ണൻ PR ചോദിക്കുന്നത്. നോക്കാം, ഏതായാലും ഇപ്പോൾ എല്ലാവരും കൂടി എന്നെ BJP ആക്കുമെന്നറിയില്ല, നോക്കാം. അപ്പോൾ ശ്രീ നാരായണൻ നായർ എന്നോടൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ശ്രീ നാരായണൻ നായർ, നമസ്കാരം സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് ഡൽഹി കാലാവസ്ഥ? അടിയും കലാപമൊക്കെ കഴിഞ്ഞു, ശാന്തമായോ? അതോ വീണ്ടും ഒരു പ്രക്ഷോഭത്തിനുള്ള ശബ്ദമാണോ അവിടുന്ന് കേൾക്കുന്നത്? സാറെ, ആദ്യം പറഞ്ഞോട്ടെ, സാറിനെ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്കാരനാക്കി ഇന്ന് ഞാൻ കാണുന്നത്. ഇന്നൊരു മാഡം ജയ പറഞ്ഞത് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് സാറിനെ വിളിച്ചിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരിക്കലും സാർ ഒരു ഭാരതീയനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണെന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ കിരൺ സാറിനെ അങ്ങനല്ല, ഞാൻ കുറ്റപ്പെടുത്തുമല്ല. കിരൺ സാറിനെ അങ്ങനല്ല. കിരൺ സാറ് ചില കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ട് പാർട്ടിയിൽ. അത് പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും പിന്നെ ആ ജയ മാഡത്തിന്റെ ആ ഇത് തന്നെ സാറിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതെന്ന് തന്നെ വിചാരിക്കുന്ന പലരും കാണും. അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ടത് വളരെ സന്തോഷമുണ്ട്. സാറൊരു പാർട്ടിക്കാരനാണ് ഞാൻ വിശ്വസിക്കത്തില്ല ഒരിക്കലും. നിങ്ങളൊരു നല്ലൊരു പത്രപ്രവർത്തനാണ്, ഒരു ന്യൂസ് മേക്കറാണ്, നല്ല ന്യൂസ് 18 പോണക്കുള്ള ഒരു ചാനൽ. ഞാൻ ഇന്നും അതിന്റെ ഹിന്ദി ചാനൽ കാണുന്നതല്ല, ഇന്നും കാണുന്നതാണ്, കൂടുതലാണ് ഞാൻ കാണുന്നത്. അതിനകത്തുള്ള ഒരു പ്രോഗ്രാമെങ്കിലും കേരളത്തിൽ ഒരൊറ്റ ചാനലിലും കാണിക്കാൻ പറ്റത്തില്ല. ന്യൂസ് 18 ഹിന്ദി നാഷണൽ ചാനൽ കാണുന്ന ഒരു മനുഷ്യനും, ഹിന്ദി അറിയാവുന്ന ഒരു മനുഷ്യനും ഒരു ചാനൽ കാണാം. ആദ്യത്തൊക്കെ പോലും ഇന്ന് ഫെയിലാണ് ന്യൂസ് 18 നാഷണൽ ചാനലിനെക്കാളും. അതേപോലെ അത് വേറൊരു കാര്യം. എന്നാലും സാറിനോട് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയും ഇത് പാർലമെന്റിൽ ഒരു ഇഡിയറ്റ് എന്ന് പറയുന്ന ഒരു പദമൊക്കെ ഉപയോഗിക്കുന്നത് ആരാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചോളൂ. ഇഡിയറ്റ് എന്ന് സാറിനോ അല്ലെങ്കിൽ ലോകത്തിൽ ആർക്കും പോലും അങ്ങനെ ഒരു പദം ഉപയോഗിക്കാൻ പോകുന്നില്ല. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ വളരെ നന്ദി ശ്രീ നാരായണൻ നായർ. ഡൽഹിയിൽ നിന്ന് നമ്മുടെ നാരായണൻ നായർ ഇവിടെ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, സുപ്രധാനമായ കേൾക്കാമോ?
എനിക്കൊന്ന് ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റി, കുഴപ്പമില്ല. ശ്രീ ഇതേ മുരളി കൂടി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്ന്. ശ്രീ ഇതേ മുരളി, നമസ്കാരം സാറേ. നമസ്കാരം. ഈ സഭയിലെ ബഹളമൊക്കെ കണ്ടിട്ട് ശ്രീ ഇടേ മുരളിക്ക് എന്ത് തോന്നി? ശ്രീ ഇടേ മുരളി കേൾക്കുന്നുണ്ട് സാറേ. എന്ത് തോന്നി? സാറേ, സഭയുടെ അന്തസ് എന്ന് പറയുമ്പോൾ അത് ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അവരാണ് ബഹളം ഉണ്ടാക്കുന്നത്. പിന്നെ ഇവരെ വിട്ടികളെന്ന് പറഞ്ഞാല് ഇവര് വിട്ടികളാണല്ലോ. ഇവര് ടോട്ടലി ഇത് സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആർ ടോട്ടലി ഇഡിയറ്റ്. അങ്ങനെയാണ് പറയേണ്ടത്. ആർക്കാണ് കുഴപ്പം അങ്ങനെ പറഞ്ഞാൽ? പിന്നെ ഈ നിരപരാധികളായ വിദ്യാർത്ഥികളെ അടിച്ച് തല പൊട്ടിക്കുകയും അവരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഇവര് പിന്നെ എന്താണ് വിട്ടികളല്ലാതെ? അവിടെ സമാധാനപരമായിട്ടല്ലേ അവിടെ സമരം ചെയ്തത്. അപ്പോൾ അവരെ വിട്ടികളെന്ന് വിശേഷിപ്പിച്ചതിൽ എന്താണ് തെറ്റ്? ഈ ഭരണകക്ഷികളെല്ലാം വിട്ടികളാണ്. അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് സമരം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ അവകാശമുണ്ട്. ഞാൻ മുൻപ് അത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ അവകാശത്തെ ഹനിക്കുന്നത് വിട്ടികളാണ്. ആ വിട്ടികളാണ് അതിനെ ഹനിക്കുന്നത്. അപ്പൊ അവരെ വിട്ടികളെന്ന് വിശേഷിപ്പിച്ചതിൽ യാതൊരു തെറ്റുമില്ല സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം, കൃത്യമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര ഇതിന് മറുപടി പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. കേൾക്കാമോ സാർ? കേൾക്കുന്നു. ഇന്ത്യയിലെ പബ്ലിക്കിനെയാണ് രാഹുൽ ഗാന്ധി വിഡ്ഢി എന്ന് വിശേഷിച്ചതെങ്കിൽ ഇനി കൂടുതൽ ഇന്ത്യയിൽ വിഡ്ഢികളെ കാണേണ്ടി വരും ഇദ്ദേഹത്തിന്. കാരണം ഇന്ത്യയിലെ പബ്ലിക്കിനെ വിശേഷിപ്പിച്ച് പബ്ലിക്കിനെ അല്ലാന്നല്ലേ നിങ്ങൾ ബഹളം വെച്ചത്? അതിനല്ലല്ലോ. ആണല്ലോ, പബ്ലിക് തെരഞ്ഞെടുത്ത മെമ്പർമാരെ ആണെങ്കിൽ അതല്ലേ. ഇവർ ഓട് പൊളിച്ചു വന്നതല്ലല്ലോ. ഈ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടല്ലേ ഇവർ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഇത്ര മഹിമ. ഈ വിഡ്ഢിത്തരം ഇവര് അമിത്ഷായോ പ്രധാനമന്ത്രിയോ ഒന്നും ഇവിടെ വന്നില്ല ഇതുപോലെ സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്ന ആക്ഷേപത്തെ ശ്രീ ബാലകൃഷ്ണൻ വടകര എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വിഷയത്തിന്റെ മന്ത്രി അവിടെ ഉണ്ടല്ലോ സാർ, വിദ്യാഭ്യാസ മന്ത്രി. അത് മാത്രവുമല്ല, ഇതിനൊക്കെ ചർച്ച ചെയ്യാൻ കേൾപ്പുള്ളയും കൈപിള്ളയും മെമ്പർമാർ മതി, മന്ത്രിമാർ വേണ്ട അവിടെ കാര്യങ്ങൾ സംസാരിക്കാൻ. കാരണം ഇവർ വിഡ്ഢി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ആ വിഡ്ഢിത്തം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിഡ്ഢികളെ വീണ്ടും തെരഞ്ഞെടുക്കുകയാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നില്ല, ജനാധിപത്യത്തിൽ ജനഹിതമാണ് വലുത്. ഇവർ കാണിക്കുന്ന കോപ്രായല്ല. അവിടെയാണ് നമ്മളെ ഭൂമി കുലുക്കം വരാൻ പോകുന്നത്. ഈ പാർലമെന്റിലേക്ക് നിങ്ങളെ പ്രധാനമായി ആക്ഷേപിക്കുന്ന അതാണ്. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അമിത്ഷാ ഒന്നും വരുന്നില്ല, അവിടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. അതിങ്ങനെ മറ്റൊരു മന്ത്രിയെ ഏൽപ്പിച്ച് പോവുകയാണ്. കാരണം ഇത് അദ്ദേഹത്തിന് നേരെയാണല്ലോ ഒന്ന് വലിയ വിമർശനം വന്നത്. അദ്ദേഹമാണ് ഈ ആഭ്യന്തരമന്ത്രി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ മർദ്ദനം നടന്നിരിക്കുന്നു, അദ്ദേഹം മറുപടി പറയണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല, അതാണ് പരാതി. അല്ല, അദ്ദേഹം മറുപടി പറയണമെന്ന് തിട്ടൂരൊന്നും വേണ്ട. കോൺഗ്രസിന്റെ തിട്ടൂരത്തിന്റെ കാലം കഴിഞ്ഞു പോയി. അത് ഇന്ത്യൻ ജനത അവരെ അടിച്ച് പുറത്താക്കി. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ ആഭ്യന്തരമന്ത്രിക്ക്? ഉത്തരവാദിത്വം തീർച്ചയായിട്ടുണ്ട്. പബ്ലിക്കിനോടാണുള്ളത്. ഈ വില പറഞ്ഞ പ്രതിപക്ഷത്തിനോടല്ല. പ്രധാനമന്ത്രി ഭരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചവരോടല്ല. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അവിടെ അയച്ച പബ്ലിക്കിനോട്. സഭയിൽ അത് വിശദീകരിക്കാൻ കൂടിയല്ലേ, ഒരു നിയമനിർമ്മാണ സഭയല്ലേ, ഇവരുടെ തിട്ടൂരത്തിന് വിശദീകരിക്കാനാവില്ല സാർ. ഇവരും വെറും മെമ്പർമാരാണ്. അല്ലാതെ ഇവരും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരാണ് ഈ ഭരണപക്ഷത്തുള്ളതും. പ്രതിപക്ഷത്തായതുകൊണ്ട് അവർക്ക് കൊമ്പൊന്നുമില്ല. പിന്നെ രാഹുൽ ആരാണ് ലോകത്തെ വിഡ്ഢി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് പബ്ലിക്കിനെ പോയി ചീത്ത പറയേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെ വിഡ്ഢിയാക്കുന്നത് പബ്ലിക്ക് എന്ന് ചോദിച്ചിട്ട് തിരുത്തണം. ശരി, വ്യക്തമാണ്. ശരി, ഓക്കെ. അപ്പോൾ സഭയുടെ അന്തസ്സ് നിലനിർത്തേണ്ടത് തെരഞ്ഞെടുപ്പിൽ സഭയിൽ വരുന്ന ജനപ്രതിനിധികളാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെന്ന് പലപ്പോഴും മറന്നുപോകുന്നു എന്നാണ് നന്ദകുമാറിൻ്റെ പരാതി. അപ്പോൾ കൃഷ്ണൻകുട്ടി നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു വരിയെ കോട്ട് ചെയ്യുന്നുണ്ട്, ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ്. അത് വളരെ പ്രശസ്തമായ ഒരു വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു വരികളാണ്. ഞാനത് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചില വരികളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നാരായണൻ നായരുടെ പെർഫെക്റ്റ് വിലയിരുത്തലാണെന്ന് മൊൻസാക്ക് പറയുന്നു. ഓക്കെ. നാരായണൻ നായർക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെന്നാണ് ജയകുമാറിൻ്റെ പരാതി. രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത് എന്നാണ് ശ്രീ നമ്മുടെ
അതാരാ പറഞ്ഞതെന്നറിയില്ല, അത് ജമ്പ് ചെയ്ത് പോയി. രാഹുൽ എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നു എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട് പൊട്ടത്തരങ്ങളാണ് പറയുന്നതെന്നാണ് ജയകുമാർ സിയുടെ പരാതി. അപ്പോൾ മോദിയെ കുറ്റം പറയാൻ സ്കോപ്പില്ലെന്ന് സുനിൽകുമാർ പറയുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. മനു നമസ്കാരം, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ലാസ്റ്റ് ഡേയ്സ് ഐ ഡിഡ് നോട്ട് സീ ദിസ് ബിക്കോസ് ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓണം സെലിബ്രേഷൻസ് ആൻഡ് ഡിസ്കഷൻസ്. അപ്പോൾ നാരായണൻ സർ സെഡ് ദ ട്രൂത്ത്, മനു നിഷ്പക്ഷനാണ്, ഗോഡ് ബ്ലെസ് യു എന്നാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിഷ്പക്ഷനാണെന്നാണ് ശ്രീമതി സതി ബാബുരാജിൻ്റെ പ്രതികരണം. അപ്പോൾ ഓണാഘോഷമൊക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. നമ്മുടെ പല ആളുകൾ ഓണാഘോഷിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ ഓണാഘോഷം തുടങ്ങി എന്ന് പറയുന്നു. മാക്ബത്ത് എന്ന നാടകത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ എഴുതുന്നത്. അതെനിക്ക് മനസ്സിലായി, ശ്രീ കൃഷ്ണൻകുട്ടിയുടെ വരികൾ മാക്ബത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ കണ്ണൻ എന്നോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, നമസ്കാരം. ശ്രീ കണ്ണൻ ആരുടെ വർഷത്താ? സാറേ, ജനാധിപത്യത്തില് നമുക്ക് പക്ഷം ചേരാം, പക്ഷെ ഇതെന്ന് പറയുമ്പോ നമ്മളുടെ നാടിന്റെ ഒരു സുരക്ഷിതമായ ഒരു ഭരണം നമുക്ക് എവിടെയായാലും ഉണ്ടാകണം. അത് കേന്ദ്രത്തിൽ പ്രധാനം. അതിൽ നമ്മൾ ഇപ്പൊ നേരത്തെ അറിയാം, നമുക്ക് ഈ ചന്ദ്രശേഖരൻ നരസിംഹറാവു കഴിഞ്ഞിട്ടുള്ള അതുപോലെ ഒരു ഭരണം ഇനിയും കാഴ്ചവെക്കാൻ കൊടുക്കാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ശരി, വ്യക്തമാണ്. രാകേഷ് കൂടി എന്നോടൊപ്പം ചേരുന്നു പാലയിൽ നിന്ന്. ശ്രീ രാകേഷ്, നമസ്കാരം. ഇന്ന് കാണാൻ എന്നെ പോലെ സുന്ദരനാണോ? നല്ല അടിപൊളിയാണ്, വളരെ ഡ്രസ്സിൽ കോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു തെളിച്ചുണ്ട് മുഖത്തിനൊക്കെ. എന്നെ പോലെ സുന്ദരനാണ്. ആണോ? ശ്രീ രാകേഷ് സുന്ദരനാണോ? അതെ 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 അതെ. എന്ന് ആര് പറഞ്ഞതാണ്? ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. വീട്ടിലെ പിന്നെ ഞാൻ വിചാ അമ്മയോ അച്ഛനോ ഒക്കെ നമ്മളോട് പറയല്ലോ സുന്ദരക്കുട്ടാന്ന് വിളിക്കില്ല, അങ്ങനെയാണ്? മോള് പറയാറുണ്ട്. മോൾ എന്ത് ചെയ്യുന്നു? മോള് പ്ലസ് 2 പഠിക്കുന്നു. അപ്പൊ എന്ത് വിഷയമാണ്? കോമേഴ്സ് ആണോ, മാത്സ് ആണോ, സയൻസ് ആണോ? അല്ല, പുള്ളിക്കാരത്തി സയൻസ് എടുത്തിരിക്കുന്നത്. സയൻസ് ആണ്. അതെ അതെ അതെ. അപ്പൊ സുന്ദരനാണെന്നൊക്കെ, അച്ഛൻ സുന്ദരനാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? മോളുടെ പേരെന്താ? അതെ 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 അതെ. മോളുടെ പേര് സൈനോര. ഓക്കെ. അപ്പൊ മോളോടൊക്കെ എന്റെ അന്വേഷണം അറിയിക്കണം. സുന്ദരനായ അച്ഛനുള്ളതുകൊണ്ട്. തീർച്ചയായും തീർച്ചയായും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ ഇതിപ്പം രാഹുൽ ഗാന്ധി ഇപ്പം നമ്മൾ ഈ മലയാളത്തിൽ വിഡ്ഢി എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നൂല, ശരിയല്ലേ? പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയറ്റ് എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു സോക്കർ തോന്നില്ല മനു? ഒരു സോക്കർ തോന്നും ആ വിളിക്ക് ഇംഗ്ലീഷ് പറയുമ്പോ. പിന്നെ ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഈ വിദ്യാർത്ഥികളൊക്കെ ശരി തന്നെ, ഞാൻ ആ വിദ്യാർത്ഥി സമരത്തിനൊന്നും അങ്ങനെ മുഴുവനായിട്ട് തള്ളി പറഞ്ഞ ആളല്ല. പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ പ്രത്യേക വല്ല പ്രിവിലേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. അങ്ങനെ വല്ല ഉണ്ടോ മനു? അക്രമം നടത്തി കഴിഞ്ഞാൽ അവർക്ക് വല്ല പ്രത്യേക പ്രിവിലേജ് അങ്ങനെ ഉണ്ടോ? സമാധാനപരമായ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തത്. നമ്മൾ 1-2 വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. കാരണം ഒരു പോലീസുകാരനെ ചവിട്ടി കൂട്ടുന്നതും. പക്ഷെ അത് പോലീസ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ടും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവും. പക്ഷെ ഈ പോലീസുകാരൻ മരിച്ചു പോയായിരുന്നെങ്കിലോ? ഇവരെ വെറുതെ വിടണോ? വിദ്യാർത്ഥികൾക്കല്ലേ ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത് രാകേഷ്? നമ്മൾ അതിൽ കണ്ടില്ല. പെല്ലറ്റ് ഇട്ട് വെച്ച്, റബ്ബർ പെല്ലറ്റ് ഇട്ട് അടിച്ചിട്ട് ആളുകളുടെ ശരീരത്തെ ഒക്കെ നമ്മൾ കാണുന്നില്ല. ശരിയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പുറത്ത് മരിച്ചാൽ ഇവർക്ക് അതിനുള്ള എല്ലാ ശിക്ഷയും പോലീസിന് അതിനൊക്കെ പോലീസ് എങ്ങനെയാ വരുന്നത്? അതിനുള്ള ഗാർഡും പോലീസിന് ഓർഡർ കൊടുത്ത ആള് ശിക്ഷിക്കപ്പെടും. പോലീസിന് ഓർഡർ കൊടുത്ത ആൾക്കെല്ലാം നിയമം നടപടി. അവരൊരു പ്രതിഷേധം നടത്തുന്നു, ആ പ്രതിഷേധത്തിന് നേരെ വെടിവെക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന് നേരെ ടിയർ ഗ്യാസ് എറിയുന്നു, ലാത്തി ചാർജ് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായത് വയലന്റ് ആവില്ല. എവിടെയോ കിടന്ന അവര് പിടിച്ചൊരു ട്രക്കിലെ കല്ല് പോലീസുകാരൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ആരെ അറസ്റ്റ് ചെയ്യേണ്ടതാണോ? അങ്ങനെ നമുക്ക് ഒരു പ്രതിഷേധം നടത്തിയ പോലീസുകാരൻ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം നടത്താതിരിക്കാൻ പറ്റുമോ? അല്ലെന്നേ, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ പ്രത്യേക വല്ല പ്രിവിലേജും ഭരണഘടനയിൽ ഉണ്ടോ? അവർ ആ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കൊലക്കേസ് പ്രതികളാവും. അത്രേ ഉള്ളൂ ഞാനും പറഞ്ഞത്. അത് ഇവിടെ ഉള്ള സാധാരണക്കായ ആൾക്കാരൊന്നും മനസ്സിലാക്കുന്നതല്ല. അല്ല, ഇതിനകത്ത് വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ആ ഒരു ടോക്കില്. അതായത് ഈ വിദ്യാർത്ഥികളെ പ്രത്യേകം അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് തെറ്റാ. കാരണം സുപ്രീം കോടതിക്ക് മുകളിലൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ്. കാരണം ഞാനൊരു നിയമം പഠിച്ചിരിക്കുന്ന ആളാണ്. അതായത് BA പൊളിറ്റിക്സ് എടുത്തിരിക്കുന്ന ആളാണ്, ബിരുദം എടുത്തിരിക്കുന്ന ആളാണ്. അപ്പൊ അതിനാൽ ഞാനെവിടെയും കണ്ടിട്ടില്ല അങ്ങനെ സെൻട്രൽ മിനിസ്റ്റർക്ക് സുപ്രീം കോടതിനേക്കാൾ മുകളിലൊരു അധികാരം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വല്ല അധികാരം ഉണ്ടെന്നോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇഡിയറ്റ് പറഞ്ഞ് വലിയ അത്ഭുതമായിട്ട് തോന്നണ്ട. കാരണം ഇവർ ഈ 1947 ഇങ്ങോട്ട് ഭരിച്ച് ഇങ്ങോട്ട് വന്നപ്പം ഇവർ ആലോചിക്കണമായിരുന്നു, ഇത് ഇത്രയും നല്ല ഭരണമാണ്, പിന്നെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഇത് കിട്ടിയത്? ഞാൻ ചോദിക്കട്ടെ, ഈ 47 സ്വാതന്ത്ര്യം കിട്ടി,
പിന്നെ ഇത്രയും നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ട് എങ്ങനെയാണ് ഈ 2014 ഇയാൾക്ക് ഈ ഭരണം കിട്ടിയത് മോദിക്ക്? കാരണം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കയ്യിലല്ലായിരുന്നു അന്നേരം. ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച 2014 അവരുടെ സർക്കാരല്ലായിരുന്നോ? അപ്പോൾ ഓക്കെ, മെഷീൻ കൊള്ളയെന്ന് കൂട്ടിക്കോ. അന്ന് മോദി അല്ലല്ലോ ഇവിടെ ഭരിച്ചത്. പിന്നെ എങ്ങനെ കിട്ടിയെന്ന് ഈ രാഹുൽ ഗാന്ധി ഒന്ന് ചിന്തിക്കണ്ടേ? ഈ കോൺഗ്രസ്സുകാരോ ഈ ഇടതുപക്ഷക്കാരോ നോക്കണ്ടേ? അപ്പൊ ആരുടെ കുഴപ്പ? ഈ RSSകാരെല്ലാം കൊള്ളാത്തവരാ, BJPക്കാർ വെറും തറയാ. ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ ഭരണം എങ്ങനെ പോയി? 47 ഇങ്ങോട്ട് ഭരിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു 13 ദിവസം വാജ്പേയി ഭരിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു 13 ദിവസം വാജ്പേയി ഭരിച്ചപ്പം അന്ന് അവർക്ക് തടയിടാൻ മേലായിരുന്നു ഇവർക്ക്, ഇപ്പോൾ പറഞ്ഞ പാർട്ടിക്ക്. ഇവരുടെ കയ്യിലൊന്നും അല്ലായിരുന്നല്ലോ, BJPയുടെ കയ്യിലല്ലായിരുന്നല്ലോ, അല്ല RSSന്റെ കയ്യിലല്ലായിരുന്നല്ലോ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും കാര്യങ്ങളൊന്നും. അപ്പൊ ആരുടെ കുഴപ്പമാണ്? സത്യത്തിൽ വിഡ്ഢി രാഹുൽ ഗാന്ധിയാണ്. കാരണം മുത്തശ്ശന്മാർ ഭരിച്ചപ്പം എന്തോ എവിടെയോ പിഴ വന്നിട്ടുണ്ട്. ആ പിഴ കൊണ്ടാണ് ഇന്ന് ഈ പരുവത്തിലായി നിൽക്കുന്നത്. അല്ലാതെ ഇപ്പുറത്ത് ഭരിക്കുന്നു പറഞ്ഞ് സത്യത്തിൽ പാർലമെന്റിൽ വെള്ളം വെച്ചിട്ട് കാര്യമില്ല. അയാൾ സത്യത്തിൽ വിഡ്ഢി രാഹുൽ ഗാന്ധി. കാരണം പ്രധാനമന്ത്രിയുടെ വീടിനെ ആരെങ്കിലും ഖറാബ് ചെയ്യുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാം, ആരാ വിഡ്ഢി? പറ. പ്രധാനമന്ത്രി പാർലമെന്റിനകത്തല്ലേ ഇയാൾ പ്രതിഷേധിക്കണ്ടേ? ഇയാൾ തെരഞ്ഞെടുത്ത് വിട്ടെ, ഇയാൾ ഓട് വിളിച്ചു വന്നല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുത്ത MP മോദിയെ പോലെ. പക്ഷെ ആ വീട് വളഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, അതിനിടയ്ക്ക് ഒരു കല്ലേറുണ്ടായിരുന്നെങ്കിലോ, ഒരു ബോംബർ ഉണ്ടായിരുന്നെങ്കിലോ, വെടിവെക്കല്ലേ? സിമ്പിൾ ചോദ്യം മനുവിനോട്. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് കേൾക്കും. പ്രധാനമന്ത്രിയുടെ വീട് വളഞ്ഞു, അയാൾ ചെയ്ത് വിഡ്ഢിത്തരല്ലേ? അവിടെ ഒരു വയലൻസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ വയലൻസ് എന്താ എങ്ങനെ പ്രതിഷേധം. ഞാൻ അതിനെന്ത് മറുപടി പറയാനാണ് ശ്രീ രാകേഷ്? ഇപ്പൊ നിങ്ങൾ KPCC ആസ്ഥാനത്തേക്ക് പോയി, നിങ്ങൾ ക്ലിപ്പ് ഹൗസിലേക്ക് പോയി, അവിടെ ഒരു ബോംബ് പൊട്ടിയല്ലോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ നിങ്ങൾ ഒരു കല്ലേറോ അല്ലെങ്കിൽ അല്ല, ഞാൻ ചോദിച്ചപ്പോ ഇവിടെ BJPക്കാർ ക്ലിഫ് ഹൗസിലേക്ക് അല്ല ഇവിടെ മാർച്ച് ചെയ്തു, എല്ലാം നോൺ BJP സ്റ്റേറ്റ്സിലേക്ക് അവരുടെ മുഖ്യമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തല്ലോ. അവിടെ ഒരു ബോംബ് പൊട്ടിയത് നിങ്ങൾ എന്ത്? BJPക്കാർ ചെയ്തത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശരിയല്ല, BJPക്കാർ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേറെ പ്രതിഷേധിക്കാൻ വേറെ കുറെ സ്ഥലങ്ങളുണ്ട്, സെക്രട്ടേറിയറ്റിന് മുമ്പുണ്ട്, ഇവിടെയാണെങ്കിൽ ശരിയല്ലേ? അല്ലാതെ അതായത് മുഖ്യമന്ത്രി താമസിക്കുന്ന അങ്ങോട്ടല്ല പ്രതിഷേധിക്കേണ്ടത്. അത് ശരിയുള്ള നടപടിയല്ല അത്. അവിടെ എന്തെങ്കിലും ഒരു വയലൻസ് ഉണ്ടായി, മുഖ്യമന്ത്രിയുടെ വീട് ആക്രമിച്ചു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീട് ആക്രമിച്ചു, തീർച്ചയായിട്ടും വെടിവെപ്പ് ഉണ്ടാവും. അപ്പൊ സമയം അതിക്രമിക്കുന്നുണ്ട്. വളരെ സന്തോഷം ശ്രീ രാകേഷ്. മോളോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം, നന്നായി പഠിക്കാൻ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ആശംസകളൊക്കെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ സജിത്ത് എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്ന്. സജിത്ത്, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സജിത്ത്, ഞാൻ പാലക്കാട്, കേൾക്കുന്നുണ്ടോ? ആ, പാലക്കാട് കൽപ്പാത്തിയിലാണ് അല്ലേ? ആ, ഓക്കെ. ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്ന് നടത്തിയ പ്രസംഗം ശ്രീ സജിത്ത് എങ്ങനെ വിലയിരുത്തും? ഇത് ഞാൻ ഇതിനെ കാണുന്നത്, ഇപ്പോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോ ആരോ ആയിക്കോട്ടെ, ഒരു പ്രതിപക്ഷ നേതാവിന് ഇത്തരത്തിൽ സംസാരിക്കുന്നതിനുള്ള സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് എന്തുകൊണ്ട് കാര്യങ്ങളെ ഈ രീതിയിൽ ഈ നിലയിലേക്ക് എത്താനുള്ളൊരു കാരണം എന്താണ്? നമ്മള് ഒരു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പരീക്ഷ നടത്തിയപ്പോൾ ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഇക്കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ വിഷമമുണ്ട്. എന്ത് വിഷയമാണ് പഠിപ്പിക്കുന്നത് ശ്രീ സജിത്ത്? ഞാൻ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. അപ്പോ ഇത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എത്രത്തോളം ഈ പരീക്ഷ നടത്തി NDA, പ്രത്യേകിച്ച് NDA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ അല്ലെങ്കിൽ 3 തവണയോ സംഭവിക്കുമ്പോ അതിന് വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ എടുത്ത നടപടികളുടെ പോരായ്മ മൂലം വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വളരെ വലിയൊരു രീതിയിലേക്ക് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലേക്കോ ഈ സാഹചര്യത്തിനെ ഇത് എങ്ങനെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. തുടക്കത്തിലെ നമ്മൾ വേണ്ട രീതിയിൽ നടപടി എടുക്കുകയും ഇതിനെ നമ്മളെ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ എന്തെങ്കിലും ഇത് വളരെ വളരെ ഇതുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ട് 1, 2, 3 പേരിൽ മാത്രം ഒതുങ്ങാതെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരുപാട് ഡീസെൻട്രലൈസ് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്ത് അത് ഒരു സെർവറിലേക്കോ ഒരു ക്ലൗഡിലേക്കോ വിട്ടതിന് ശേഷം അത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒരു 5 or 10 മിനിറ്റ് മുമ്പ് മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്ത് എല്ലാ സെന്ററുകളിലേക്കും അയച്ചു കൊടുക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അതിലേക്കൊന്നും പോകാതെ അല്ലെങ്കിൽ അതൊന്നും ഉപയോഗിക്കാതെ ആ രീതിയിൽ ചിന്തിക്കാതെ വളരെ പഴയ രീതിയിൽ പിന്നെ എന്താ പറയുക കാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ആ മെത്തേഡ് തന്നെ വീണ്ടും തുടരുകയും ചെയ്യുന്നതിലും
എന്നിട്ട് അതിൽ വീഴ്ച വരുമ്പോൾ അതിനെ ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു രാജി എന്നുള്ളൊരു നടപടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരം സമരങ്ങൾ ഇത്രയും വഷളായി പോവില്ലായിരുന്നു. ആ സമരം ഇത്രയും വഷളാവുകയും അതിനെതിരെ പോലീസിന്റെയോ അല്ലെങ്കിൽ പട്ടാളത്തിന്റെയോ ഈ പെല്ലറ്റ് ഉപയോഗം അല്ലെങ്കിൽ നമ്മളെ പാറ്റ്നയിൽ കൊണ്ട് ഇവിടെ AK-47 ഉപയോഗിച്ചു എന്നാണ്. അപ്പൊ അത്തരത്തില് ഒരു തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷം, അത് രാഹുൽ ഗാന്ധി അല്ല ആരായാലും ശരി, ഒരുപക്ഷെ ഈ രീതിയിൽ പ്രതികരിച്ചെന്നിരിക്കാം. അത് ഉപയോഗിച്ച വാക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ഒഴിവാക്കാമെന്നായിരിക്കും. എന്നാലും നമ്മുടെ സാധാരണ ജനങ്ങളുടെയും പേരൻസിന്റെയും വികാരങ്ങളെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പ്രതിപക്ഷം എന്നായാലും ചിലപ്പോൾ കുറച്ച് എന്താ പറയുന്ന നമ്മളെ ഒരു പാർലമെന്റ് ഈ അൺപാർലമെന്ററി ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും. അപ്പൊ അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ സജിത്ത് ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഒരു പരീക്ഷാ നടത്തിപ്പിൻ്റെ പ്രാധാന്യം മറ്റ് ആരെക്കാളും ഒരുപക്ഷെ ഒരു അധ്യാപകന് മനസ്സിലാവും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എപ്പോൾ ഇടപെടണമെന്ന് പോലും തിരിച്ചറിയാത്ത ആളാണെന്നാണ് മോൻസക്കിൻ്റെ അഭിപ്രായം. അപ്പോൾ മനു നിഷ്പക്ഷൻ തന്നെയാണെന്ന് ശ്രീ സദാശിവൻ നായർ എന്നോട് പറയുന്നു. എപ്പോഴും നിഷ്പക്ഷനാണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഡൊണാൾഡ് ഡക്ക് പറയുന്നു സുപ്രീം കോർട്ട് ഡിനൈസ് പ്രൊട്ടക്ഷൻ ടു പ്രൊട്ടസ്റ്റേഴ്സ് വിത്ത് ക്രിമിനൽ ആൻറ്റിസിഡൻസ് എന്ന് പറയുന്നു. മനു, ആർ യു ജസ്റ്റിഫൈയിങ് അറ്റാക്കിംഗ് ദ പോലീസ് എന്നാണ്. ശ്രീ ഡൊണാൾഡ്, ഞാൻ ഈ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് ബലപ്രയോഗത്തിനോട് എനിക്ക് അത്രയൊരു താല്പര്യമില്ല. ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി പോലീസിൻ്റെ ഭാഗത്ത് സംയമനം പാലിക്കണം എന്ന അഭിപ്രായക്കാരനാണ്. മാത്രമല്ല വിദ്യാർത്ഥി സമരങ്ങളെ അല്ലെങ്കിൽ ചെറിയ ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങളെയൊക്കെ നേരിടുമ്പോൾ അത് പരമാവധി എന്താ പറയുക ലിമിറ്റഡ് ഫോഴ്സ്, അത് നിയമം തന്നെ അങ്ങനെയാണ് പറയുന്നത്, ലിമിറ്റഡ് ഫോഴ്സാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. റബ്ബർ പെല്ലറ്റുകൾ, മറ്റ് വലിയ തോക്കുകൾ, ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. അത് എന്തെങ്കിലും ഒരു തടയുണ്ടെങ്കിൽ ലിമിറ്റഡ് ഫോഴ്സ്. ഒന്നാമതൊരു പ്രതിഷേധം നടത്താൻ ജന്തർ മന്ദറിൽ അത് പറ്റില്ല എന്ന് പറയുക, അതിനോടൊന്നും എനിക്ക് യോജിപ്പിക്കും. കാരണം പ്രതിഷേധങ്ങളെ എത്ര തന്നെ നമ്മൾ അടിച്ചമർത്തിയാലും അത് തിരിച്ച് പൊന്തി വരും. പ്രതിഷേധിക്കാനുള്ളത് മനുഷ്യൻ്റെ മൗലികമായ അവകാശം. അത് ഇന്നല്ല ഈ പ്രതിഷേധം തുടങ്ങിയത്. ഈ പ്രതിഷേധം മനുഷ്യനുണ്ടായ കാലം തൊട്ട് തന്നെ ഉണ്ട്. ഇത്തരമൊരു ജനാധിപത്യ ബോധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത കാലത്ത് മനുഷ്യർ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്ന കാർട്ട എന്ന് പറയുന്ന വലിയ ഒരു സംഭവം നമ്മളുടെ ഓർമ്മയിലില്ലേ? അപ്പോൾ അതൊക്കെ 12ാം നൂറ്റാണ്ടിൽ തന്നെ അതുപോലെയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്നത്. അപ്പോൾ പ്രതിഷേധിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. ആ പ്രതിഷേധത്തിന് നേരെ ചിലപ്പോൾ പ്രതിഷേധം നിയന്ത്രണം വിട്ടു പോകുമ്പോൾ ലിമിറ്റഡ് ഫോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലൊരു മാർഗം. അത് പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശരിയായ കാര്യം. പക്ഷേ അതല്ലാതെ ഈ ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്നത് ബൂട്ട്സിട്ട കാല് വെച്ച് ഔട്ടുക, അതുപോലെ ഇത് തന്നെ തരം കിട്ടിയ തരത്തിൽ കുഞ്ഞുകുട്ടികളെ അതിക്രൂരമായി അടിക്കുക, അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമല്ല. പോലീസിന് സഫീഷ്യൻ്റായുള്ള ഇപ്പോൾ ഒരു പക്ഷേ അവർക്ക് നേരെ അറ്റാക്ക് വരുമ്പോൾ തടയാനുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. ഈ പ്രതിഷേധക്കാരൻ നിരാലംബനായി വരുന്ന ഒരാളാണ്. അതിൽ അടികൊള്ളുന്ന വിദ്യാർത്ഥി ചിലപ്പോൾ ഇത് കല്ലേറിലോ ഒന്നും പങ്കെടുക്കാത്ത ആളായിരിക്കും. അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും എപ്പോഴും ശാന്തവും സമാധാനപൂർവ്വവും ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ബാലൻ നായർ ബാലുശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലൻ നായർ, എനിക്കൊന്ന് ശ്രീ ബാലൻ നായർ TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് ഒരാൾ എൻ്റെ ഷർട്ട് കണ്ടിട്ട് ഞാൻ ഇത് ഇട്ടത് കൊണ്ട് BJP ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ ആ കമൻറ്റ് രസകരമായ കമൻറ്റാണ്, അത് വായിക്കാൻ വേണ്ടി എടുത്തത്, പക്ഷേ ജമ്പ് ചെയ്ത് പോയി. ഈ ഷർട്ടിൻ്റെ കളർ കണ്ടാൽ അറിയാം ഞാൻ BJP ആണെന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ രവികിരൺ ചേർന്നിട്ടുണ്ട്. 2014 മുമ്പ് പാർലമെൻറ്റിലെ സെലക്ഷൻ ലൈവ് കാണാമായിരുന്നു, എന്നിട്ട് അതൊന്ന് കമ്പയർ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നു. ശ്രീ സൗമ്യ എന്നോടൊപ്പം ചേർന്നിരുന്നു കേട്ടോ, ഞാൻ അവരെ വിട്ടുപോയി. ഗുഡ് ഈവനിങ് മനു എന്നൊക്കെ എന്നോട് പറയുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അതോടൊപ്പം തന്നെ ടുഡേസ് അജണ്ട ഇൻ ദ ഹൗസ് വാസ് അബൌട്ട് ദ ബിൽ, നോട്ട് അബൌട്ട് ദി അട്രോസിറ്റീസ് ഓഫ് ദ പോലീസ്. ദി ഓപ്പോസിഷൻ ക്യാൻ ഡിമാൻഡ് ഡിസ്കഷൻ അനദർ ഡേ എന്നാണ് പറയുന്നത്. അത് പക്ഷേ അവർ എനിക്ക് തോന്നുന്നു നേരത്തെ ആവശ്യം. വിജേഷ് എന്നോടൊപ്പം ചേരുന്നു. വിജേഷ്, നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ വളരെ സന്തോഷമുണ്ട്, ന്യൂസ് 8യുടെ ഒരു പ്രേക്ഷകനാണ്. വളരെ ഇത് നോക്കാൻ കിട്ടാറുണ്ടായില്ലായിരുന്നു. ശ്രീ വിജേഷ് ചോറ്റാനിക്കര സ്വദേശിയാണ് അല്ലേ?
അതെ അതെ സാറേ. എന്താ ചെയ്യുന്ന അവിടെ? ഞാൻ സ്കൂൾ ട്രിപ്പാ, പിള്ളേരെ കൊണ്ടുവിടും. ആ, അതെ കുട്ടികളെ. അതെ അതെ സാറേ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇത് നിങ്ങളുടെ ഏറ്റവും തിരക്കുള്ള സമയമല്ലേ? ഇന്നില്ലേ സ്കൂൾ? അതേ കുറച്ചു മുമ്പ് എത്തിയുള്ളൂ. അതെ. അപ്പൊ പിന്നെ അടുത്ത ട്രിപ്പ് അടുത്ത ഡ്രൈവർ പോയായിരുന്നു. പിന്നെ നേരത്തെ എത്തി. അപ്പൊ ഈ 4 മണി ശേഷമുള്ള ഈ സമയം കുറച്ച് ഫ്രീ ആണ്. അതെ അതെ സാറേ. ഇപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ട്രിപ്പ് എടുക്കാം, വേറെ ഓട്ടം പോകും. ഓക്കെ. അപ്പൊ നമ്മുടെ സമയം കുറഞ്ഞതുകൊണ്ടാണ് ഒറ്റ വരിയിൽ വിനീഷിന് ഇത് അവസാനിപ്പിക്കാം. സാറേ അതെ, നമ്മളിവിടെ പാർട്ടി ബേസ് ആയിട്ടല്ല, നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും തെറ്റുകളുണ്ട്, ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും തെറ്റുകളുണ്ട്. അപ്പൊ നമ്മൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോ ഒരു മുതലെടുക്ക് പരമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യണത്. നമ്മള് നീറ്റ് പരീക്ഷ അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ്, നമ്മുടെ തലമുറയുടെ എല്ലാം. സമയം അതിക്രമിച്ചുകൊണ്ടാണ് വിനീഷ്. മറ്റൊരു ദിവസം നമുക്ക് കുറച്ചും കൂടെ വിശദമായി സംസാരിക്കാം. ഏതായാലും വിനീഷ് നമ്മൾ ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടിയിട്ട്, പക്ഷേ എനിക്ക് പ്രവീണ എന്നോട് പറയുന്ന സമയം കഴിഞ്ഞു. ഓക്കെ, ഏതായാലും വിനീഷ് വളരെ നന്ദി. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായം നമുക്ക് ഇനിയൊരു ദിവസം ഞാൻ കേൾക്കാം. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ വിഡ്ഢി പ്രയോഗമൊക്കെ പാർലമെൻറ്റിൽ സഭ്യമായിരുന്നു, അല്ലെങ്കിൽ അതൊരു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു നീക്കമായിരുന്നു. പക്ഷേ എനിക്ക് വോട്ട് ചെയ്ത 65% ആളുകൾ പറഞ്ഞത് അത് സഭ്യതയ്ക്ക് നിരക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢി പരാമർശം എന്നത് ഒരു അൺപാർലമെൻ്ററി ആയിരുന്നില്ല എന്നുള്ള വോട്ടാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. അപ്പോൾ അനന്തു പ്രസാദ് എന്നോട് പറയുന്നു, സമാധാനമായ പ്രതിഷേധം വേണം, പോലീസ് ആക്രമിച്ചപ്പോഴാണ് അവർ തിരിച്ചടിച്ചത് എന്ന് എന്നോട് പറയുന്നു. നീറ്റ് പരീക്ഷകൾ നിർത്തിവെച്ച് പഴയതുപോലെ സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന് അജിത് കുമാറും എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏറ്റുമുട്ടലല്ല, ഉത്തരവാദിത്വമാണ്. മുദ്രാവാക്യങ്ങൾ അല്ല, പരിഹാരങ്ങളാണ്. പാർലമെൻറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർലമെൻറ്റിൽ ഏറ്റുമുട്ടലുകളല്ല, അവിടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലാണ്. അവിടെ മുദ്രാവാക്യങ്ങളല്ല, പരിഹാരങ്ങളാണ്. സ്തംഭനമല്ല, സംവാദമാണ്. പാർലമെൻറ്റിൻ്റെ മഹത്വം സംരക്ഷിക്കാനും ജനാധിപത്യത്തിൻ്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കാനും അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവരത് മനോഹരമായി നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.